നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാണത്തൂർ പുഴയിൽ കാണാതായ കർണാടക സ്വദേശി ദുർഗപ്പയുടെ മൃതദേഹം കണ്ടെത്തി. പാണത്തൂർ വട്ടക്കുണ്ട് ഭാഗത്തെ പുഴയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. യാത്രാ സൗകര്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയെന്ന ആവശ്യം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബല്ലാ വില്ലേജ് സമ്മേളനം നടന്നു. ജൂലൈ 22 മുതൽ മുഴുവൻ പ്രൈവറ്റ് ബസ് സർവീസുകളും അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ തീരുമാനം. ഹോസ്ദുർഗ് താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ ബോഡി യോഗം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ആദരിക്കൽ ചടങ്ങും നടന്നു. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. 40-ലധികം കുട്ടികളെ നീന്തലിന് പ്രാപ്തരാക്കി രാവണീശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നീന്തൽ പരിശീലനത്തിന് സമാപനമായി. വീടിന്റെ ഉമ്മറത്ത് തെന്നി വീണ വിശ്രമത്തിൽ കഴിയുന്ന പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കണ്ട ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി KP ശശികല ടീച്ചർ. നാടിന്റെ പ്രതിഭകളെ അരയാൽ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാണത്തൂർ പുഴയിൽ കാണാതായ കർണാടക സ്വദേശി ദുർഗപ്പയുടെ മൃതദേഹം കണ്ടെത്തി. പാണത്തൂർ വട്ടക്കുണ്ട് ഭാഗത്തെ പുഴയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസം മുൻപ് പാണത്തൂർ മഞ്ഞടുക്കം പുഴയിൽ കാണാതായ കർണാടക സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ പാണത്തൂർ വട്ടക്കുണ്ട് പുഴയിൽ നിന്നാണ് കർണാടക സ്വദേശിയായ ദുർഗപ്പയുടെ മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസമായി റവന്യൂ, ഫയർഫോഴ്സ്, പോലീസ്, NDRF, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിവരികയായിരുന്നു. അതിനിടയിലാണ് തിങ്കളാഴ്ച രാവിലെ പാണത്തൂർ വട്ടക്കുണ്ട് ഭാഗത്തെ പുഴയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വന്തം നാടായ ബൽഗാമിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. യാത്രാ സൗകര്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയെന്ന ആവശ്യം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബല്ലാ വില്ലേജ് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ മുഴുവൻ പൊതുജനങ്ങൾക്കും സുരക്ഷിതമായി വീടുകളിലെത്തുന്നതിന് ശാശ്വതമായ യാത്രാ സൗകര്യം ഒരുക്കണമെന്നും നിരവധി ആളുകൾ നിത്യവും സന്ദർശനം നടത്തുന്ന കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബല്ലാ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനങ്ങളുടെ വളരെ മാതൃകാപരമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംഘടന എന്തിനു വേണ്ടി രൂപീകരിച്ചു, എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഒരു സംഘടനയാകുമ്പോൾ അതിന് ലക്ഷ്യമുണ്ട്, പരിപാടി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അത് കൊണ്ടു നടക്കുന്നതിന് വേണ്ടി വ്യക്തമായ അടയാളങ്ങളും മുദ്രാവാക്യങ്ങളും കൊടിയും ഉണ്ടാവണം. നിങ്ങൾ ഇവിടെ ഉയർത്തിയ കൊടിയിലും എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതായത് വനിതാ വിമോചനവും സ്ത്രീ വിമോചനവും സ്വാതന്ത്ര്യവും സമത്വവും തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ആ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെയും പട്ടണപ്രദേശങ്ങളിലെയും സ്ത്രീകളെ സംഘടിപ്പിക്കുകയും അവർ അനുഭവിക്കുന്ന ചൂഷണത്തിൽ നിന്ന് അവരെ മുക്തമാക്കുകയും അവരെ സമത്വത്തിലേക്ക് നയിക്കുകയും അവരെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി വളർത്തിയെടുക്കുകയും ഏതെങ്കിലും മേഖലകൾ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും അവരെ കൈപിടിച്ചുയർത്തുന്നതിനും വേണ്ടി അവരെ അതിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മുടെ സംഘടന നിലകൊണ്ടിട്ടുള്ളതും ഇക്കാലമത്രയും നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനങ്ങളൊക്കെ തന്നെ വളരെ ഫലപ്രദമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതും എന്ന ആത്മവിശ്വാസം നമ്മൾക്കുണ്ടാകും. വില്ലേജ് പ്രസിഡന്റ് K ലത അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി K ഇന്ദിര റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K രുക്മിണി, PA ശകുന്തള എന്നിവർ സംസാരിച്ചു. K ജയകല രക്തസാക്ഷി പ്രമേയവും വിദ്യാലത നെല്ലിക്കാട്ട് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ AK ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി K ലതയെ പ്രസിഡന്റായും കാർത്യായനി അടമ്പിൽ PV ഓമന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും K ഇന്ദിരയെ സെക്രട്ടറിയായും M ഉഷ, വിദ്യാലത നെല്ലിക്കാട്ട് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും M ലീലയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ജൂലൈ 22 മുതൽ മുഴുവൻ പ്രൈവറ്റ് ബസ് സർവീസുകളും അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ തീരുമാനം. ഹോസ്ദുർഗ് താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ ബോഡി യോഗം നടത്തി. ഹോസ്ദുർഗ് താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗം ചേർന്നു. ജൂലൈ 22 മുതൽ കേരളത്തിൽ മുഴുവൻ ബസ് സർവീസും നിർത്തിവെച്ചുകൊണ്ട് സംയുക്ത സമിതി അനിശ്ചിതകാല പണിമുടക്ക് സംഘടിപ്പിക്കുമെന്ന് യോഗത്തിൽ ഇവർ പറഞ്ഞു. ഈ ജൂലൈ മാസം 22-ാം തീയതി, അതായത് നാളെ, കേരളത്തിലെ മുഴുവൻ ബസ്സുകളും നിർത്തിവെച്ചുകൊണ്ട് അനിശ്ചിതകാല സമരത്തിന് മുന്നോട്ടിറങ്ങുകയാണ്. ഈ മാസം 8-ാം തീയതി സൂചനാ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഡിമാൻഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി നമ്മുടെ സർക്കാരിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കാലോചിതമായ ചാർജ് വർധനവ്, അതുപോലെ PCC വിഷയങ്ങൾ, തൊഴിലാളികൾക്കുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. അത് തൽക്കാലത്തേക്ക് എടുത്തു കളയണമെന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്കുള്ള പെർമിറ്റ് കൃത്യമായി പുതുക്കി നൽകാനുള്ള ഒരു നിവേദനവും നമ്മളവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചലാൻ വഴി നമ്മുടെ ബസ് സർവീസിനെ ബാധിക്കുന്ന പല വിഷയങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കൃത്യമായി ഈ സംഘടനയെ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന് കൃത്യമായി വരുമാനമുള്ള ഒരു സംരംഭമാണ് ബസ് സംരംഭം. എന്നിട്ട് പോലും നമ്മുടെ സർക്കാർ അവഗണിക്കുന്നത് നമുക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ജനറൽ ബോഡി യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് M. ഹസൈനാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായ T. ലക്ഷ്മണൻ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ സത്യൻ പൂച്ചക്കാട്, വൈസ് പ്രസിഡന്റ് P. സുകുമാരൻ, താലൂക്ക് വൈസ് പ്രസിഡന്റ് TP. കുഞ്ഞികൃഷ്ണൻ, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ജിതേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി മെമ്പറും താലൂക്ക് സെക്രട്ടറിയുമായ AV. പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി V. രതീഷ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ആദരിക്കൽ ചടങ്ങും നടന്നു. ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. അമ്പലത്തറ വ്യാപാര ഭവനിൽ നടന്ന യോഗം യൂണിറ്റ് പ്രസിഡന്റ് KV. ഗോപാലന്റെ അധ്യക്ഷതയിൽ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ K. അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം ആ ചടങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കച്ചവടം തുടങ്ങി 50, 60, 70, 80 വയസ്സ് കഴിഞ്ഞാലും അതൊരു കച്ചവടക്കാരന് നന്നായിട്ടുണ്ടാവും. അല്ലേ കൃഷ്ണൻ? കാരണം ആ വ്യാപാരിയുടെ ജീവിതം മുഴുവനും ആ കച്ചവടത്തിലാണ് ലയിച്ചിട്ടുള്ളത്. കച്ചവടം എന്ന് പറയുമ്പോൾ കച്ചവടം മാത്രമല്ല, ഇതൊരു നാടിന്റെ സേവകരായി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ നാടിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് സാമൂഹിക സാംസ്കാരിക മേഖലകളൊക്കെ നിറസാന്നിധ്യമായി മാറുന്ന ഒരു മേഖലയാണ് വ്യാപാരികൾ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന് 56 അല്ലെങ്കിൽ 60 വയസ്സിന്റെ ഇടയിലായി റിട്ടയർമെന്റായി പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്ന വിശ്രമ ജീവിതത്തിലിരിക്കുന്ന ഒരു വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. യോഗത്തിൽ വെച്ച് 50 വർഷമായി വ്യാപാരം നടത്തിവരുന്ന മുതിർന്ന മെമ്പർമാരെ അമ്പലത്തറ ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ TV. പ്രമോദ് ആദരിച്ചു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കി, സംസ്ഥാന കൌൺസിൽ അംഗം ആസിഫ് മെട്രോ, വനിതാ സ്റ്റേറ്റ് കൌൺസിൽ അംഗം സരിജ ബാബു എന്നിവർ സംസാരിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. പ്രസിഡന്റ് KV. ഗോപാലനും യൂണിറ്റിന്റെ സ്നേഹാദരം ജില്ലാ അധ്യക്ഷനിൽ നിന്നും സ്വീകരിച്ചു. രാജൻ P. കൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ പുറവങ്കര, വിജയൻ, M. ഹസൈനാർ, കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജയരാജൻ സ്വാഗതവും ട്രഷറർ PV. കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. യോഗത്തിനെത്തിയ മുഴുവൻ മെമ്പർമാർക്കും യൂണിറ്റിന്റെ സ്നേഹോപഹാരമായി സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 40-ലധികം കുട്ടികളെ നീന്തലിന് പ്രാപ്തരാക്കി രാവണീശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്.
നീന്തൽ പരിശീലനത്തിന് സമാപനമായി. രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 9 ആരംഭിച്ച 10 ദിവസക്കാലത്തെ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനം മാക്കിയിൽ വയലാക്കുളത്തിൽ സമാപിച്ചു. 5 വയസ്സുള്ള നിരഞ്ജന രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ മുതൽ 16 വയസ്സുള്ളവർ വരെ രാവിലെ 6 മണി മുതൽ 8 മണി വരെ 10 ദിവസവും മുടങ്ങാതെ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത് നീന്തൽ സ്വായത്തമാക്കി. നീന്തൽ പരിശീലകൻ വിപിൻ കുമാർ പടന്നക്കാടാണ് കുട്ടികൾക്ക് നീന്തലിനുള്ള പ്രായോഗിക പരിശീലനം നൽകിയത്. ഒപ്പം ക്ലബ് പ്രവർത്തകരും കുട്ടികളുടെ മാതാപിതാക്കളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നപ്പോൾ ഒരു നാടൊന്നാകെ സ്വയം രക്ഷയ്ക്കുള്ള അടിസ്ഥാന പാഠങ്ങൾ സ്വന്തമാക്കി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മധുസൂദനൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് പരിശീലകനും കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഇന്നലെ വരെ നമ്മുടെ പ്രദേശത്തൊന്നുമില്ലാത്ത നിലയിലുള്ള ഒരു സംരംഭമാണ് ഈ പുതിയ കമ്മിറ്റി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ഭാരവാഹികൾ ആലോചിച്ച് ഇതുപോലൊരു നീന്തൽ പരിശീലനം നടത്തണം എന്ന് തീരുമാനിച്ചത്. എന്തായാലും ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ പറയുന്നത് പോലെ നീന്തൽ എന്ന് പറയുന്നത് ഒരു രക്ഷാമാർഗം കൂടിയാണ്. നീന്തൽ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷാമാർഗം കൂടിയാണ്. അപകടത്തിൽപ്പെട്ടാൽ ഒരുപക്ഷെ നീന്തൽ അറിയാത്തവർ വലിയ ദുരന്തം നേരിടേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നീന്തൽ എല്ലാവരും ഈ വരുന്ന കുട്ടികൾ, ഇനിയുള്ള കുട്ടികളും എല്ലാവരും ഇത് പരിശീലിക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ശാരീരികമായ ഒരുപാട് വ്യായാമം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ വ്യായാമത്തിനും ഇത് പരിശീലിച്ചാൽ അത് ഗുണം ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ക്ലബ് പ്രസിഡന്റ് സി നാരായണൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ കെ വി കൃഷ്ണൻ, കെ കൃഷ്ണൻ, എ തമ്പാൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കരുണാകരൻ കുന്നത്ത്, പി മിനി, നീന്തൽ പരിശീലകൻ വിപിൻ കുമാർ പടന്നക്കാട് എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി രാജൻ കുഴിഞ്ഞടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി മിഥുൻ രാജ് നന്ദിയും പറഞ്ഞു. സമാപന പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ലഘുഭക്ഷണം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വീടിന്റെ ഉമ്മറത്ത് തെന്നിവീണ് വിശ്രമത്തിൽ കഴിയുന്ന പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കണ്ട ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ. വീടിന്റെ ഉമ്മറത്ത് തെന്നിവീണ് വിശ്രമത്തിൽ കഴിയുന്ന പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലുള്ള വസതിയിലെത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ സന്ദർശിച്ചു. കേരളത്തിലും കേരളത്തിനു പുറത്തും ഒട്ടനവധി ശില്പങ്ങൾ നിർമ്മിച്ച കാനായി കുഞ്ഞിരാമനെ തേടി ഒട്ടനവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടനവധി ശില്പങ്ങളുടെ പണിപ്പുരയിലാണ് അദ്ദേഹം. ചില ശാരീരിക പ്രശ്നങ്ങളാൽ വീട്ടിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തെ നേരിൽ കാണണമെന്ന ആഗ്രഹത്തിലാണ് ശശികല ടീച്ചർ വീട്ടിലെത്തിയത്. കേരളം വളരെ ഗൗരവമായി ഗുരുവന്ദനം ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ഞങ്ങളൊരു ഗുരുവന്ദനം നടത്താൻ തന്നെയാണ് ഇവിടെ എത്തിയത്. കേരളം ഏറെ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ കേരളത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പ്രസിദ്ധനായ ശില്പി കാനായി കുഞ്ഞിരാമൻ സാറിനെ കാണുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ശില്പങ്ങളെ മക്കളെ പോലെ കാണുന്ന ഒരു ശില്പി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭ ഇനിയും കേരളത്തിന് ആവശ്യമാണ്. തൻ്റെ ശില്പങ്ങൾ അനാദരിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ തനിക്ക് വെച്ച് നീട്ടിയ പുരസ്കാരം പോലും വേണ്ട എന്ന് പറയാനുള്ള ധീരത കാണിച്ച ഈ ശില്പി, അദ്ദേഹത്തെ കേരളത്തിന് ആവശ്യമുണ്ട്. കാനായിയുടെ പത്നി നളിനി കാനായിയോട് അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതിഗതിയെക്കുറിച്ച് ടീച്ചർ സംസാരിച്ചു. ശശികല ടീച്ചറോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എ ശ്രീധരൻ, ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, ഹോസ്ദുർഗ താലൂക്ക് പ്രസിഡന്റ് വി കുഞ്ഞമ്പു നായർ, സെക്രട്ടറി പ്രകാശൻ പറശ്ശിനി, അജയകുമാർ നെല്ലിക്കാട്ട്, വിജയകുമാർ, സതീഷ് കാഞ്ഞങ്ങാട് എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടിന്റെ പ്രതിഭകളെ അരയാൽ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ മേലാങ്കോട്ട് അരയാൽ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. 26 വർഷങ്ങൾക്ക് ശേഷം സീനിയർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് പ്രവേശനം നേടിയ അതിയാമ്പൂർ സ്വദേശിനി മാളവികയെയും തന്റെ വൈകല്യത്തെ തോൽപ്പിച്ച ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ നിരവധി വേദികളിൽ തന്റേതായ ശൈലിയിൽ ഗാനങ്ങൾ ആലപിച്ച് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയ അതിയാമ്പൂർ സ്വദേശി രാജന്റെ മകൾ വൃന്ദ രാജനെയും
തന്റെ കൈ മികവുകൊണ്ട് നിരവധി അനുമോദന ഉപഹാരങ്ങൾ നിർമ്മിച്ചു നൽകി പ്രശസ്തനായ മധുബംഗളം കഴിഞ്ഞ അധ്യയന വർഷം കലാകായിക മേഖലയിൽ മികച്ച വിജയം നേടിയവരെയും SLC +2 വിജയികളായ 23 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. മേലാങ്കോട്ട് SS കലാമന്ദിരത്തിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആര്യാർ ബ്രദേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയത് പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും നമ്മുടെ ജില്ലയുടെ അഭിമാനമായ മാളവികയ്ക്കൊരു ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വരാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാളവിക പെൺകുട്ടികൾ അതായത് വുമൻസിൻ്റെ ആദ്യത്തെ കുട്ടിയാണ്, ഫുട്ബോൾ പ്ലെയറാണ് കാസർഗോഡ് ജില്ലയിൽ. ഞാനും കാസർഗോഡ് ജില്ലയുടെ ആദ്യത്തെ ഫുട്ബോൾ പ്ലെയറാണ് സീനിയറിൻ്റെ കളിച്ചത്. ക്ലബ് പ്രസിഡന്റ് KV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. മുൻ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KN ഗോപിനാഥൻ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ N. വേണുനാഥൻ, ക്ലബ് രക്ഷാധികാരി M. രാഘവൻ, സാംസ്കാരിക പ്രവർത്തകരായ K. ബാലകൃഷ്ണൻ നായർ, MK ബാലകൃഷ്ണൻ, ക്ലബ് സെക്രട്ടറി T. വിനോദ് എന്നിവർ സംസാരിച്ചു. ക്ലബ് കമ്മിറ്റി അംഗം M. സുരേഷൻ സ്വാഗതവും സത്യൻ മേലാങ്കോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതത്തിൽ പാരമ്പര്യമായി നടത്തിവരുന്ന യോഗയെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് നീക്കാനാണ് സംസ്ഥാന സർക്കാർ സുംബയെ വാരിപ്പുണരുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി KP ശശികല ടീച്ചർ ആരോപിച്ചു. ടൗണിൽ ഹിന്ദു ഐക്യവേദി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ഗുരുവന്ദനം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. പടന്ന പഞ്ചായത്തിലെ തെക്കേക്കാട് മുത്തപ്പൻ മടപ്പുര ഉണ്ടെങ്കിൽ അവിടെ മുത്തപ്പൻ തെയ്യം ഭക്തരുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. ഉത്തരവാദിത്വം മുത്തപ്പൻ ഭക്തർ എന്ന നിലയിൽ എല്ലാവരും ഏറ്റെടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ മുത്തപ്പൻ പൂജ ഓരോന്നും എന്തിനെയാണ് ഇവർ എതിർക്കാത്തത്? ഇപ്പോൾ ലോകത്ത് പല സൂര്യരശ്മികൾക്ക് 7 നിറയേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല, ലോകത്തെ 70 നിറമല്ല ഉള്ളൂ. കാരണം കൂട്ടിയിട്ട് യോജിപ്പിച്ചത് അങ്ങോട്ട് ചേർത്ത് ധാരാളം നിറങ്ങളുണ്ട്. എല്ലാ നിറവും നമുക്കൊക്കെ ഇഷ്ടമാണ്. എല്ലാ നിറവും ഈ പ്രകൃതിയിലുള്ളതാണ്. അതിലേതെങ്കിലുമൊക്കെ തമ്മിൽ സംയോജിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ്. ബാക്കി നിറങ്ങളൊക്കെ നമുക്കിഷ്ടമാണ്. പിന്നെന്താ, ചുവപ്പ് കണ്ട കാള വരലെന്ന് കേട്ടിട്ടുണ്ട്. ഈ കാവി കണ്ട ഇവരെന്തിനാ വരലെന്ന്? ഇപ്പം സ്വാമിയോട് കാവി ഉടുക്കരുതെന്ന്. സ്വാമിക്ക് ഏത് വസ്ത്രം ധരിക്കുന്നത് സ്വാമിയല്ലേ തീരുമാനിക്കുന്നത്, അല്ലേ? കാവി ഉടുക്കരുത്. പോട്ടെ, AKG സെന്ററിൽ ആരും കൊണ്ട് മടപ്പുര ഭാരവാഹികൾ പൊതുയോഗവേദിയിൽ KP ശശികല ടീച്ചർക്ക് നിവേദനം നൽകിയിരുന്നു. ഗുരുവന്ദനം ചടങ്ങിൽ കൊയ്യോങ്കര K. രാജൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റുകൊടുക്ക അവധൂതാശ്രമത്തിലെ സ്വാമി വിനോദ്ജി അനുഗ്രഹ ഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് AP ഷാജി, V. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുട്ടനാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ടും കുടുംബശ്രീ പ്രവർത്തകർക്കായി ഓട്ട മത്സരവും നാടൻപാട്ടും പാട്ടിനൊത്ത് നൃത്തവും വിവിധ കലാമത്സരങ്ങളുമായി മഴപ്പൊലിമ. ചെറുവത്തൂർ കാരിപ്പള്ളി നെൽവയലിലാണ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ മഴപ്പൊലിമ നടത്തിയത്. കുട്ടനാട് കൈനകരി ഓമനരാഘവൻ, സുശീല രവികുമാർ എന്നിവർ ചേർന്ന് വഞ്ചിപ്പാട്ട് താളം പരിശീലനം ചെയ്തൊരുക്കിയത് മഴപ്പൊലിമയ്ക്ക് ആവേശമായി. അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഴകേശൻ തുരുത്തിയുടെ നേതൃത്വത്തിലാണ് വഞ്ചിപ്പാട്ട് ഒരുക്കിയത്. ഘോഷയാത്രയായി ചെണ്ടമേളത്തോടെ ഞാറുകെട്ടുകൾ കയ്യിലേന്തി കുടുംബശ്രീ പ്രവർത്തകർ വയലിലിറങ്ങിയാണ് മഴപ്പൊലിമയ്ക്ക് തുടക്കമിട്ടത്. ഓട്ടമത്സരവും നാടൻപാട്ടും പാട്ടിനൊത്ത് നൃത്തവും വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. ഉച്ചയ്ക്ക് ചക്കക്കറിയും ചിക്കൻ കറിയും കഞ്ഞിയും സംഘാടകർ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. CDS അധ്യക്ഷ ശ്രീജ ദിലീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, പഞ്ചായത്ത് അംഗങ്ങളായ CV ഗിരീശൻ, P പത്മിനി, K രമണി, P വസന്ത, C ആശ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി V വിജയരാജ് എന്നിവർ സംസാരിച്ചു. സുജേഷ് തടിയൻ കോവലും സജീഷ് മുതിരകോവലും ചേർന്ന് നാടൻപാട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ സൗണ്ട് സിസ്റ്റം വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ സ്കൂളുകളിൽ സൗണ്ട് സിസ്റ്റം വിതരണം ചെയ്തു.
ഒരു ഇലക്ട്രോണിക് സ്പീക്കർ, 2 കോഡ്ലെസ് മൈക്രോഫോണുകൾ, 2 വയർലെസ് മൈക്രോഫോണുകൾ, 2 മൈക്ക് സ്റ്റാൻഡ്, 1 സ്പീക്കർ സ്റ്റാൻഡ് എന്നിവയാണ് വിതരണം ചെയ്തത്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് മാത്രം ഒന്നിടപെട്ടാൽ എല്ലാ വിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായി MLA ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും കാസർഗോഡ് വികസന പാക്കേജിൻ്റെ എല്ലാം തന്നെ സഹായത്തോടുകൂടി ഇപ്പം എല്ലാ വിദ്യാലയങ്ങളിലും നമുക്ക് അത്യാവശ്യ സൗകര്യത്തോടു കൂടിയുള്ള ബിൽഡിങ്ങുകൾ നമുക്കുണ്ടാക്കാൻ. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണൻ മാസ്റ്റർ, വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് P. വിനോദ്, മാണിക്കോത്ത് ഫിഷറീസ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് T. ശൈലജ എന്നിവർ സംസാരിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്ററും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ T. വിഷ്ണു നമ്പൂതിരി സ്വാഗതവും അജാനൂർ GF UPS ഹെഡ്മാസ്റ്റർ മോഹനൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വയം സമർപ്പിച്ച് വേണം മതബോധനത്തിന്റെ പാഠഭാഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകേണ്ടതെന്ന് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് ഫൊറോന മതബോധന അധ്യാപക സംഗമം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. വചനവും സഭാ നിയമങ്ങളും ജീവിതമൂല്യവും ഒരുമിച്ചു ചേർത്ത് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്ന അധ്യാപകർ നൽകുന്ന മതബോധന പാഠം മഹത്തരമാണെന്നും ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി അഭിപ്രായപ്പെട്ടു. സംഭാഷണം ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് വെച്ചാൽ യേശുവിനോട് കൂടെ ആയിരിക്കുക, അവിടുത്തെ പ്രാഥമികത്തിലായിരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ യേശു തന്നെ നമ്മളോട് പറയുന്നത് എന്താണ് കേൾക്കാറുണ്ട്. ആ സംഭാഷണമാണ് നമ്മുടെ ജീവിതത്തെ നമ്മളോട് അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളെ നയിക്കേണ്ടത്. യേശുവിൻ്റെ പ്രാഥമികത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യം സ്വാംശീകരിച്ച് യേശുവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക. ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏഴിമല മുതൽ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വരെയുള്ള 13-ൽ പരം പള്ളികളിലെ മതബോധന വിഭാഗത്തിലെ അധ്യാപകർക്കായാണ് ഫൊറോന തലത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. 150-ൽ പകരം അധ്യാപകർ പങ്കെടുത്ത സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഫൊറോന വികാരി ഫാദർ മാത്യു തൈക്കൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപതാ ചാൻസലർ ഫാദർ ആന്റണി കുരിശിങ്കൽ, മതബോധന വിഭാഗം മേഖലാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ എടത്തിൽ, ഏഞ്ചൽ തോമസ് എന്നിവർ സംസാരിച്ചു. പരിയാരം സംസ്കൃതി ഭവൻ ഡയറക്ടർ ഫാദർ ജോ മാത്യു സെമിനാറിൽ വിഷയാവതരണം നടത്തി. ബിഷപ്പ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ദിവ്യബലിയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് ശ്രീ സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തി. ബാലഗോകുലത്തിലെ കുട്ടികളും അവരുടെ അമ്മമാരും നാമജപത്തോടുകൂടി നിത്യാനന്ദ ഭഗവാന് പുഷ്പാർച്ചന നടത്തി. കാഞ്ഞങ്ങാട് ശ്രീ സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ഗുരുപൂജ നടത്തിയത്. ബാലഗോകുലത്തിലെ കുട്ടികളും അവരുടെ അമ്മമാരും നാമജപത്തോടുകൂടിയാണ് നിത്യാനന്ദ ഭഗവാന് പുഷ്പാർച്ചന നടത്തിയത്. ഓം നമോ ഭഗവതേ നിത്യാനന്ദായ. ഓം നമോ ഭഗവതേ നിത്യാനന്ദായ. ഓം നമോ ഭഗവതേ നിത്യാനന്ദായ. ബാലഗോകുലത്തിലെ 3 കുട്ടികളുടെ ജന്മദിനം ആരതിയൊഴിഞ്ഞ് ആഘോഷിച്ചു. ചടങ്ങിൽ വെച്ച് ബാലഗോകുലം രക്ഷാധികാരിയായ KV ഗണേഷ്, മഹിളാ ഐക്യവേദി സംസ്ഥാന ഖജാൻജിയായ ഓമന മുരളിയെയും കുട്ടികൾ ഗുരുസ്ഥാനത്തിരുത്തി ഗുരുപൂജ നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ബാലഗോകുലത്തിലെ രക്ഷകർത്താക്കളായ നളിനി തുക്കാറാം, ഹേമ സതീഷ്, ശാലിനി പ്രഭാകർ,
മറ്റ് അമ്മമാരും ചടങ്ങിൽ പങ്കെടുത്തു. രൂപ സതീഷ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ശാന്തിമന്ത്രത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അറിവിനൊപ്പം വിവേകവും ചേരുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യൻ രൂപപ്പെടുന്നതെന്ന് ഡോക്ടർ ഖാദർ മാങ്ങാട്. ആറങ്ങാടി അർഹമ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മികവ് 2025 അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവ് മാത്രം സമ്പാദിച്ചതുകൊണ്ട് യഥാർത്ഥ മനുഷ്യൻ രൂപപ്പെടുന്നില്ല എന്നും അറിവിനൊപ്പം വിവേകവും അനിവാര്യമാണെന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. ആറങ്ങാടി അർഹമ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മികവ് 2025 അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസാനം അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ വല്ല മെക്കാനിക്കിനെയും കിട്ടുമോ? കാരണം അദ്ദേഹത്തിന് അവിടെ മെക്കാനിക്കിന് അറിയില്ല. അങ്ങനെ തമിഴ്നാട്ടിലെ തൊട്ടടുത്തുള്ള മെക്കാനിക്കിന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച മെക്കാനിക്കുകൾ എല്ലാത്തിനും പറ്റുന്നുണ്ട്. അത്രയും സമയം അദ്ദേഹം അവിടെ വെറുതെ കാക്കുന്നു. എഞ്ചിൻ മുറിയിൽ നിന്നും ചെറിയ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. എഞ്ചിൻ ഓഫായി. മെക്കാനിക്ക് വന്നു. നല്ല സ്റ്റൈലിൽ ചൂടൻ ചെറുപ്പക്കാരൻ, ജെയിംസ് ടാക്സൊക്കെ ഇട്ട് കണ്ടാത്തന്നെ ഓടിപ്പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാരനായി വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് സ്റ്റാർട്ടാകും. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ മാത്രമേ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും പഴയ കാലങ്ങളെ അപേക്ഷിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടാൻ മുന്നോട്ട് വരുന്ന കാഴ്ച ഏറെ ആശാവഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. അർഹമ സെന്റർ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ആറങ്ങാടി ജമാഅത്ത് ഖത്തീബ് ഹക്കീം അൽ ഖാസിമി പ്രാർത്ഥന നടത്തി. ഗൾഫ് വ്യാപാര പ്രമുഖനും കാരുണ്യ പ്രവർത്തകനുമായ ഗംഗാധരൻ കോവൽപ്പള്ളിക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഹോസ്തുർഗ് IPP അജിത് കുമാർ ഉപഹാരങ്ങൾ നൽകി. പ്രമുഖ മോട്ടിവേറ്റർ മുഹ്സിന മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. AI പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ അദ്ഭുത ലോകത്ത് പുതിയ തലമുറ അവരുടെ അവസരങ്ങൾ കണ്ടെത്തുമ്പോൾ വളരെ കരുതലോടുകൂടിയായിരിക്കണമെന്ന് മുഹ്സിന ഫാത്തിമ ഓർമ്മിപ്പിച്ചു. സ്വകാര്യ മേഖലയിൽ കൂണുപോലെ വളർന്നുവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വിദ്യാർത്ഥികൾ വീണുപുകരുന്നെന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് CH സെന്ററിന് അർഹമ സെന്റർ നൽകുന്ന സംഭാവന ചെയർമാൻ ബഷീർ ആറങ്ങാടി CH സെന്റർ വൈസ് ചെയർമാൻ തായൽ അബ്ദുൾ റഹ്മാൻ ഹാജിക്ക് കൈമാറി. സംയുക്ത മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, മുനിസിപ്പൽ കൌൺസിലർ TK സുമയ്യ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി, ഗജാൻജി സുറൂർ മൊയ്തു ഹാജി, അർഹമ ഉപദേശക സമിതി അംഗങ്ങളായ T അബൂബക്കർ ഹാജി, അലങ്കാർ അബൂബക്കർ ഹാജി, ഭാരവാഹികളായ C അബ്ദുള്ള ഹാജി, T അസീസ്, ഇബ്രാഹിം പള്ളിക്കര, M നാസർ, ജലീൽ കാർത്തിക, ഡയറക്ട് ബോർഡ് അംഗങ്ങളായ T റംസാൻ, T അന്തുമാൻ, EK മജീദ്, KK മഷൂദ്, റഷീദ് തോയമൽ, അഷ്റഫ് കോട്ടക്കുന്ന്, MK ലത്തീഫ്, AK മുഹമ്മദ്, KK സിറാജ്, ഹൈദർ ഹാജി കോവൽപ്പള്ളി, അരൈ ജമാഅത്ത് പ്രസിഡന്റ് CH സമീർ ഡിസൈൻ, ആയിഷ ടീച്ചർ കോട്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ മുത്തലീബ് കുളിയങ്കാൽ സ്വാഗതവും ഗജാൻജി MK റഷീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരൈ ശ്രീ ഏരത്ത് മുണ്ട്യ ദേവാലയത്തിൽ 2025 നവംബർ മാസം 30 മുതൽ ഡിസംബർ 5 വരെ തീയതികളിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം കളിയാട്ട മഹോത്സവം നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം ഏരത്ത് മുണ്ട്യ ദേവാലയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അരൈ ശ്രീ ഏരത്ത് മുണ്ട്യ ദേവാലയത്തിൽ 2025 നവംബർ മാസം 30 മുതൽ ഡിസംബർ 5 വരെ തീയതികൾ നടത്തപ്പെടുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഏരത്ത് മുണ്ട്യ ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. വിവിധ ക്ഷേത്രം സ്ഥാനികരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം അന്തിതിരിയൻ അശോകൻ അന്തിതിരിയൻ ദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. പരിപാടി V ഗോപി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് A കുമാരൻ അധ്യക്ഷത വഹിച്ചു. P ദാമോദര പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. അരി ഏർത്തുമുണ്ട്യ ദേവാലയം അതിൻ്റെ പുനർനിർമ്മാണം കഴിഞ്ഞ് കലശാട്ട് മഹോത്സവം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഇഷ്ടദേവതകളുടെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പൊതുവേ നമ്മുടെ ആരാധനാലയങ്ങളെ അവർണരെന്ന് പറയുന്ന വിഭാഗങ്ങൾ, എന്നുവെച്ചാൽ സവർണന്മാരല്ലാത്തവർ ഈശ്വരാരാധന നടത്തുന്ന സ്ഥലങ്ങളെയാണ് ഈ മുണ്ട്യകളെന്നും കാവുകളെന്നും തറകളെന്നും പള്ളിയറ എന്നൊക്കെ പറഞ്ഞിട്ട്
പേര് വിളിക്കുന്നത്. വാർഡ് കൗൺസിലർ മായാകുമാരി, ചെയർമാൻ ഐശ്വര്യകുമാരൻ, വർക്കിംഗ് ചെയർമാൻ എ കൃഷ്ണൻ, ജനറൽ ട്രഷറർ നാരായണൻ പുല്ലൂർ, സി കെ വത്സലൻ, അനിൽ മടിക്കൈ, പവിത്രൻ ഞാണിക്കടവ്, ജയചന്ദ്രൻ മോനാച്ച, ഗംഗൻ മടിക്കൈ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ ടി ദിനേശൻ സ്വാഗതവും സി കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കാരാട്ട് തറവാട്ടിൽ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച കുട്ടികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു. തറവാട് പ്രസിഡന്റ് ഗംഗാധരൻ നാലൈ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കാരാട്ട് തറവാട്ടിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു. ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായി ഇന്ത്യയ്ക്ക് വേണ്ടി വിജയഗോൾ നേടി അഭിമാനമായി മാറിയ മാളവിക പ്രസാദ്, ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്ത അശ്വതി, ലക്ഷ്മിനന്ദ OV, നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിന്നറായ പാർവതി, കഴിഞ്ഞ SLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെയും LSS USS പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു. ഉപഹാരങ്ങളും വിതരണം ചെയ്തു. തറവാട് പ്രസിഡന്റ് എ ഗംഗാധരൻ ആലൈ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. മറ്റ് അക്കാദമിക രംഗത്ത് മറ്റ് മേഖലകളിലായാലും നമ്മുടെ കുട്ടികൾ ഉയർന്നു വരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. പത്രത്തിൽ എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിജയോത്സവം നടത്തുക എന്നുള്ളത് കമ്മിറ്റി ഒരു തീരുമാനം ഐകകണ്ഠേന എടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിന് മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൃത്യമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ തറവാട്ടങ്ങനെ വിളിച്ചുകൊണ്ട് ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളത് സത്യവുമാണ്. വലിയ കുടുംബം എന്നതിൽ 600ഓളം കുടുംബമുള്ള ഒരു തറവാട്ടിൻ്റെ കാര്യങ്ങൾ ഓരോ കുടുംബാംഗത്തെയും വിളിച്ച് അറിയിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യവുമാണ്. അപ്പം മാളവികക്ക് നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ കാസർഗോഡ് ജില്ലയിലാകെ ഓരോ സ്ഥലങ്ങളിൽ ക്ലബ്ബുകളും സംഘടനകളും സന്നദ്ധ സമിതികളും ഒക്കെ തന്നെ അനുമോദനം നടത്തി വരികയാണ്. ഇന്ന് രാവിലെ അതിയാമ്പൂരിൽ വെച്ച് ഒരു ചടങ്ങ് കഴിഞ്ഞു. ദാമോദരൻ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. KV കൃഷ്ണൻ മുറിയനാവി, AT ശശി ഹരിപുരം, കുമാരൻ പടന്നക്കാട്, ഗംഗാധരൻ കാരാട്ട്, ബേബി തടത്തിൽ, ലക്ഷ്മി നാരായണൻ, കാർത്യായനി പൂച്ചക്കാട്, ലക്ഷ്മണൻ കുശാൽ നഗർ, സതീശൻ കലയറ, സുജീഷ് രാവണേശ്വരം, നാരായണി മേലാങ്കോട്ട് എന്നിവർ സംസാരിച്ചു. മാളവിക പ്രസാദ്, അർജുൻ കൃഷ്ണ KT എന്നിവർ മറുമൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാണത്തൂർ പുഴയിൽ കാണാതായ കർണാടക സ്വദേശി ദുർഗപ്പയുടെ മൃതദേഹം കണ്ടെത്തി. പാണത്തൂർ വട്ടക്കുണ്ട് ഭാഗത്തെ പുഴയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. യാത്രാ സൗകര്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയെന്ന ആവശ്യം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വല്ല വില്ലേജ് സമ്മേളനം നടന്നു. ജൂലൈ 22 മുതൽ മുഴുവൻ പ്രൈവറ്റ് ബസ് സർവീസുകളും അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ തീരുമാനം. ഹോസ്ദുർഗ് താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ ബോഡി യോഗം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ആദരിക്കൽ ചടങ്ങും നടന്നു. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. 40ലധികം കുട്ടികളെ നീന്തലിന് പ്രാപ്തരാക്കി രാവണീശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നീന്തൽ പരിശീലനത്തിന് സമാപനമായി. വീടിന്റെ ഉമ്മറത്ത് തെന്നി വീണ വിശ്രമത്തിൽ കഴിയുന്ന പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കണ്ട ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി KP ശശികല ടീച്ചർ. നാടിന്റെ പ്രതിഭകളെ അരയാൽ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.